ഓ ഈസ്റ്റ് ബംഗാൾ ഈ സീസണിൽ ഇതുവരെ നമ്മൾ കണ്ട ഏറ്റവും കൺവിൻസിങ് വിക്ടറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സീസണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഓസ്കാർ ബ്രൂസോന്റെ മുന്നിലും ആ പ്ലേയേഴ്സിന്റെ മുമ്പിലും ഫാൻസിന്റെ ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ സീസൺ മോഹൻ ബഗാനെ ടൈറ്റിലിന് പുഷ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം അതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സീസണിലേക്ക് വരുമ്പോൾ മോഹൻ ബഗാൻ ഇവിടെ ഉണ്ട്. മോഹൻ ബഗാൻ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ജയിച്ചുകൊണ്ട് തന്നെ തുടങ്ങി. അതേ സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാളിന് ഒരു സ്റ്റേറ്റ്മെന്റ് വിക്ടറി ആവശ്യമായിരുന്നു. ആൻഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അത് അവർക്ക് കണ്ടെത്താനായി. ഈ മത്സരം തുടങ്ങിയപ്പോൾ തൊട്ട് ഈസ്റ്റ് ബംഗാൾ നല്ലോണം ഡോമിനേറ്റ് ചെയ്തു. അവരുടെ തന്നെയായിരുന്നു പൊസിഷൻ, അവരാണ് ബെറ്റർ ചാൻസസ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ആ ഫൈനൽ തേർഡിലെ ആ ഒരു ക്ലിനിക്കൽ ടച്ച് ഇല്ലേ, അത് മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് രണ്ടാം പകുതിയിൽ അവരുടെ പുതിയ സ്ട്രൈക്കറായ യൂസഫ് എസജാരി ഇരട്ട ഗോളുകളിലൂടെ ആ റിസൾട്ട് സീൽ ചെയ്തു. സപ്ലൈ ചെയ്താൽ ഞാൻ ഗോൾ അടിക്കുമെന്ന് പുള്ളി ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് തെളിയിച്ചു. കാരണം ഒരു നമ്പർ 9ന്റെ പൊസിഷനിങ് എങ്ങനെയായിരിക്കണം, ആ 6 യാർഡ് ബോക്സിൽ ഒരു ചെറിയ യാർഡോ സ്പേസ് കണ്ടെത്തുക, കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുക. ആ 2 ഗോളുകളിലും ഭയങ്കര ക്ലെവർ പൊസിഷനിങ്, ക്ലെവർ മൂവ്മെന്റ്. ബിപിൻ സിംഗിന്റെ ആ ക്രോസ് നല്ലൊരു ക്രോസ് ആയിരുന്നു, മികച്ച ക്രോസ് ആയിരുന്നു. പക്ഷെ ആ ക്രോസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ആ സെന്റർ ബാക്കുകളുടെ ഇടയിലേക്കുള്ള ആ ഒരു ചെറിയ റണ്ണ് മേക്ക് ചെയ്ത് അവിടെ ഒരു കറക്റ്റ് ഹെഡർ പ്ലാൻ ചെയ്ത് ലീഡ് നൽകുക എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ നമ്പർ 9ന്റെ മൂവ്മെന്റ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോള് എഡ്മണ്ടിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ എടുത്തു പറയണം. എഡ്മണ്ട് ബെഞ്ചിൽ നിന്ന് വന്നത്തേക്കും നന്ദകുമാറിന് പകരമാണ് വന്നത്. നന്ദകുമാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫൈനൽ തേർഡിൽ ആ ക്വാളിറ്റി പുള്ളിക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലായിരുന്നു. എഡ്മണ്ട് വന്നു, അവിടെ ഒരു മികച്ച ക്രോസ്, ആ ഒരു ബോൾ ആ ബൈലൈനിൽ കൊണ്ടുവച്ചിട്ട് സബാക്കോന്റെ ചെറിയൊരു കയ്യിൽ തട്ടിയാണ് പോയത്. പക്ഷെ എന്നാലും അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ പ്ലെയർ ഉണ്ട്, ആ പ്ലെയറിന് അവിടെ എത്താൻ, എസജാരിക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താനുള്ള സമയമെടുത്ത് എഡ്മണ്ട് കറക്റ്റ് ആ ബോൾ അവിടെ എത്തിച്ചു. അവിടെ എത്തിയപ്പോൾ പിന്നെ നമുക്ക് ഉറപ്പായിരുന്നു, കാരണം ആ 6 യാർഡ് ബോക്സിൽ നിന്ന് എന്തായാലും അത് വലയിലെത്തുന്നു. കാരണം അങ്ങനത്തെ ഒരു സ്ട്രൈക്കറാണ് ശരിക്കും. ആ പൊസിഷനിങ്, ആ ഒരു സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഗോൾ അടിക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് തന്നെ ഈ മത്സരത്തിലൂടെ എസജാരി തെളിയിച്ചു കഴിഞ്ഞു. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർക്ക് ആ ഒരു ക്ലിനിക്കൽ നേച്ചർ ഇല്ലെങ്കിൽ ഒരിക്കലും മോഹൻ ബഗാനെ പുഷ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം മോഹൻ ബഗാന്റെ അറ്റാക്കിംഗ് തേർഡിലുള്ള ക്വാളിറ്റി, അവർക്കുള്ള എക്സ് ഫാക്ടറിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. 3-4 എക്സ് ഫാക്ടറുകൾ ഉണ്ടല്ലേ, ബെഞ്ചിൽ നിന്നാണെങ്കിലും എക്സ് ഫാക്ടർ, എവിടെ നോക്കിയാലും എക്സ് ഫാക്ടർ. ഇവന്മാരുടെ ഒരു ആധിപത്യം നമുക്ക് അറിയാവുന്നതാണ്. അതിനോട് മുട്ടി നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ക്ലിനിക്കൽ നേച്ചറുള്ള ഒരു അറ്റാക്ക് തന്നെ ഈസ്റ്റ് ബംഗാളിന് വേണം.